സുഹൃത്തുക്കളെ, നമ്മുടെ വിവോ അങ്ങനെ അവരുടെ ഫസ്റ്റ് ഫോൾഡബിൾ ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ചൈനയിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. ഓൾറെഡി നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് ഞാൻ തുടക്കത്തിൽ കാണിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ നോക്കുന്നത് ഇതിൻ്റെ ബോഡിയാണ്. ബാക്കിലായിട്ട് ലെതർ ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 311 ഗ്രാമാണ് വരുന്നത്. ഒരു ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് വരുന്നത്. സൈഡ് എഡ്ജസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വളരെ കട്ടിയുള്ളൊരു മാഗ്നറ്റിസം അല്ലെങ്കിൽ ഒരു മെക്കാനിസമാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതിനകത്ത് കട്ടി വരുന്നുണ്ട്. അതായത് നമ്മൾ ഈ ഒരു പാനൽ അടച്ചാലും എത്ര തുറക്കാൻ ശ്രമിച്ചാലും കുറച്ച് പാടാണ്. അതായത് തറയിൽ വീഴുന്ന സമയത്ത് അകത്തുള്ള ഡിസ്പ്ലേ പൊട്ടുന്ന കാര്യത്തിൽ ഒരു രീതിയിൽ പേടിക്കേണ്ട. കാരണം ഞാനിപ്പോൾ ഒരു പേപ്പർ ഇപ്പോൾ വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ കൈ മാറ്റി കഴിഞ്ഞാലും ആ ഒരു സ്മാർട്ട് ഫോൺ അതിൽ തന്നെ പിടിച്ച് നിൽക്കും. അപ്പോൾ അത്രയും കട്ടിയുള്ളൊരു മെക്കാനിസമാണ് കമ്പനി ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാംസങ്ങിൻ്റെ സെറ്റ് ഫോണിൽ കണ്ട പോലെ ഒന്നുമല്ല. ജസ്റ്റ് സൈഡിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അടയത്തില്ല, കുറച്ച് ടൈം എടുത്ത് അടയ്ക്കത്തുള്ളൂ. ആ ഒരു മെക്കാനിസം എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 8 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൾഡബിൾ 80p AMOLED ഡിസ്പ്ലേ ആണ്. 120 Hz റീഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിൾ ആണ്. കവർ ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് അവൈലബിൾ ആണ്. അതായത് കുറച്ചുകൂടെ കുറഞ്ഞൊരു വേരിയൻ്റ് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് 6.53 ഇഞ്ചസ് ലഭിക്കുന്നുള്ളൂ. അതായത് ഇതിൻ്റെ എന്താ പറയുക, എക്സ് ഫോൾഡ് എന്ന് പറയുന്ന എഡിഷൻ സ്മാർട്ട് ഫോൺ അതിൻ്റെ അകത്ത് വരുന്നതിനേക്കാളും കുറച്ചുകൂടെ ചെറിയ ഡിസ്പ്ലേ ആണ് ആ ഒരു ഫോണിന് വരുന്നത്. അതിൻ്റെ 6.53 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ വരുന്ന സ്മാർട്ട് ഫോണാണ്. ബട്ട് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വലിയൊരു ഡിസ്പ്ലേ ആണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. സോ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് എവിടെയോ UIക്കകത്ത്, അതായത് ഇതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലഭിക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ വോയിസിൻ്റെ ഓഷൻ വെർഷനാണ്. എവിടെ FPS അതായത് ഫ്രെയിം റേറ്റ്സ് ഒക്കെ ഡ്രോപ്പ് ആവുന്ന രീതിയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു മേ ബി ലോഞ്ചറിൻ്റെ ഇഷ്യൂ ആയിരിക്കും. നെക്സ്റ്റ് അപ്ഡേറ്റിൽ ശരിയാക്കാമായിരിക്കാം. നമ്മൾ നമ്മുടെ സെക്കൻഡറി അതായത് പ്രൈമറി ഡിസ്പ്ലേയിൽ നിന്ന് സെക്കൻഡറി ഡിസ്പ്ലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും വർക്കുകൾ മൾട്ടി ടാസ്ക് ചെയ്യുന്ന സമയത്തും ചെറുതായിട്ട് എവിടെയോ ഒന്ന് ഫ്രെയിം റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഡ്രോപ്പ് ആവുന്നതായിട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രോസസ്സർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 8 Gen ഫസ്റ്റ് പ്രോസസ്സറാണ്. 4nm പ്രോസസ്സറാണ്. കിഡിലൻ ഗെയിമിംഗ് ആൻഡ് പെർഫോമൻസ് പ്രോസസ്സർ എന്ന് വേണമെങ്കിൽ പറയാം. GPU നോക്കുകയാണെങ്കിൽ Adreno 730 ആണ്. ഇതിൻ്റെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 512 GB സ്റ്റോറേജും അതോടൊപ്പം 12 GB റാമാണ്. എക്സ്റ്റേണലി നമുക്ക് എക്സ്പാൻഡബിൾ അപ് ടു 1 TB ആണ്. 1 TBക്ക് അപ്പുറമുള്ള അല്ലെങ്കിൽ 1 TBക്ക് വെളിയിലുള്ള സ്റ്റോറേജും കാര്യങ്ങളും ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ മെമ്മറി കാർഡോ അല്ലെങ്കിൽ ഇപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള OTG ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറ്റില്ല. ബട്ട് ഹാർഡ് ഡിസ്കുകളൊക്കെ സുഖമായിട്ട് ഇതിനകത്ത് എടുക്കുന്നതാണ്. ഇനി ഇതിൻ്റെ മൂവി എക്സ്പീരിയൻസും കാര്യങ്ങളും പറയുകയാണെങ്കിൽ കളർ ആക്യുറസി ഒക്കെ വളരെ സൂപ്പർബാണ്. കാരണം ഇതിനകത്ത് LTPO AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട്. 5G ബാൻഡ് കൊടുത്തിട്ടുണ്ട്. സിം സപ്പോർട്ടബിലിറ്റി ആണ്. ഒരു ഫോൾഡബിൾ ടാബ്ലറ്റ് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻറ്റ് വരുന്നത് സൈഡ് ഭാഗത്താണ്. നമ്മുടെ സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ നമ്മൾ നോക്കുന്ന സമയത്തും നമുക്ക് എന്താ പറയുക, കറക്റ്റ് മിഡിലിൽ തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് വരണം. അതുകൊണ്ട് തന്നെ സൈഡ്, അതായത് നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് മാറ്റുന്ന സമയത്ത് സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് അൾട്രാസോണിക്കിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ വിവോ സ്മാർട്ട് ഫോൺസിൽ കണ്ട പോലെ പഴയ രീതിയിലുള്ള ഒരു ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫോൾഡബിൾ ആണ്. ഫോൾഡബിൾ മെക്കാനിസം വരുന്ന സമയത്ത് അതിൻ്റേതായ അനുസരിച്ചുള്ള രീതിയിൽ ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും കൺഫിഗർ ചെയ്യേണ്ടി വരും. സോ അതിൻ്റെ രീതിയിൽ ഇവരിത് എന്താ പറയുക മാറ്റിയിട്ടുണ്ട്. അതായത് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നീട് സ്പീക്കർ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ രണ്ട് ഭാഗത്തും, അതായത് നമുക്കൊരു സ്റ്റീരിയോ എക്സ്പീരിയൻസ് ഇതിൽ നിന്ന് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണമാണ് ആ ഒരു പാട്ട് ഞാൻ മ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ബട്ട് എനിവേ പാട്ടും കാര്യങ്ങളൊക്കെ സൂപ്പർ പാട്ടിൻ്റെ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഡിവൈസ് വഴി കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ടാബ്ലറ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ എന്ന രീതിയിൽ എടുത്തു പറയാനുള്ള കാര്യം, ഇത് സെയിം ഒരു കോപ്പി ഡിവൈസാണ്. നിങ്ങൾ വിശ്വസിക്കില്ല. കാരണം ഇത് വിവോയുടെ എക്സ്പാഡ്, അതായത് വിവോയുടെ ടാബ്ലറ്റ്, സ്വന്തം ടാബ്ലറ്റ് തന്നെ ജസ്റ്റ് ഒരു ഫോൾഡബിൾ ഡിവൈസാണ് ഇവരാക്കിയിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അതുള്ള സ്പെക്സ്, അതായത് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഡയറക്റ്റായിട്ട് നമ്മുടെ വിവോ X Note എടുത്ത് ഇങ്ങോട്ട് വെച്ചിരിക്കുന്നു. സോ രണ്ട് സ്മാർട്ട് ഫോൺസിൽ നിന്ന് ഇതിനകത്ത് കൂട്ടി വെച്ചിരിക്കുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതിനകത്തുള്ള ഷട്ടറിങ്ങും കാര്യങ്ങൾ, അതായത് ഫ്രെയിം റേറ്റ് ഷട്ടറോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇതിനകത്ത് വരുന്നില്ല. ഗെൻഷിൻ ഇമ്പാക്റ്റ്, PUBG മൊബൈൽ അങ്ങനത്തെ ഉള്ള ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മുടെ പ്രൈമറി ഡിസ്പ്ലേയിൽ നിന്ന് പെട്ടെന്ന് നമ്മുടെ സെക്കൻഡറി അല്ലെങ്കിൽ നമ്മുടെ വലിയ ഒരു ഡിസ്പ്ലേക്ക് വരുന്ന സമയത്ത് ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സൂപ്പർ പാട്ട് തന്നെ കളിക്കാനായിട്ട് സാധിക്കും. നമുക്ക് സൈഡ് ഫോൾഡറായിട്ടും ഗെയിംസ് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. സോ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ പറയുക വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാനും അല്ലെങ്കിൽ വീഡിയോസും കാര്യങ്ങൾ കാണാനായിട്ടൊക്കെ പറ്റും. പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്ക്രീൻ മിററിംഗ് ഫീച്ചറും ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ സ്ലീപ്പിങ്ങിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഓഫ് ആയാലും നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബോക്സിനകത്ത് നിങ്ങൾ ഓൾറെഡി ആദ്യം നിങ്ങൾ കണ്ട ഒരു ചാർജർ എന്ന് പറയുന്നത് 66 വാട്ട്സിൻ്റെ ഒരു ചാർജറാണ്. 37 മിനിറ്റ് കൊണ്ട് 100% കയറുന്ന ഒരു 66 വാട്ട്സിൻ്റെ ചാർജറാണ്. ബാറ്ററി നോക്കുകയാണെങ്കിൽ 4600 mAh
ഒരു ബാറ്ററിയാണ്. ഈ ഒരു ടാബ്ലറ്റ് ആയിട്ടും ഇത്രയും കുറവ് ബാറ്ററി കൊടുത്തത് എനിക്ക് ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്താ പറയുക, ഇതൊരു ഫോൾഡബിൾ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചാർജ് ഇതെടുക്കും. അപ്പോൾ നമ്മുടെ ടാബ്ലറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ടാബ്ലറ്റിൻ്റെ അത്രയും വലിയൊരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ട വിവോ പാഡിൻ്റെ അത് കൊടുത്തിരുന്ന ആ ഒരു എന്താ പറയുക ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 8000 mAh പുറത്തുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും അതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിനകത്തുള്ള ഫോട്ടോ സാമ്പിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ വളരെ ആക്യുറേറ്റ് ഉള്ള ഫോട്ടോ സാമ്പിൾസ് ആണ്. നമ്മൾ ഓൾറെഡി കണ്ടുകൊണ്ട് തന്നെ വിവോ X0 ഉണ്ടായിരുന്ന ആ ഒരു സെയിം രീതിയിലുള്ള ഒരു ക്യാമറ ക്വാഡ് സെറ്റപ്പാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. 50 മെഗാ വൈഡും 8 മെഗാ പെരിസ്കോപ്പും 12 മെഗാ ടെലിഫോട്ടോയും 40 മെഗാ അൾട്രാ വൈഡും കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് 16 മെഗാ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഫോട്ടോസ് എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സമയത്ത്, അതായത് ഓൺ ദ വേയിൽ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അതായിട്ടുള്ള ഫിൽറ്റേഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യാനും ആ ഒരു ഫോട്ടോസ് കാണാനും ഉള്ള ഓപ്ഷന് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എന്താ പറയുക, വിവോ പാഡിൽ നിന്ന് എടുത്ത ഹാർഡ്വെയറും അതോടൊപ്പം തന്നെ അത് ഹാർഡ്വെയർ എന്ന് ചോദിച്ചാൽ ഡിസ്പ്ലേയും അതോടൊപ്പം ഉള്ള ബാക്കിയുള്ള ഒരു ഡിസൈനും കാര്യങ്ങളുമാണ്. പിന്നെ ഉള്ള സ്പെസിഫിക്കേഷൻസ് ടോട്ടലി എടുത്തിരിക്കുന്നത് നമ്മുടെ വിവോയുടെ X0 നിന്നാണ്. അപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് വളരെ സൂപ്പർ പാട്ട്, അതായത് വ്ളോഗിംഗ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് വളരെ സൂപ്പറാണ്. ഞാനിപ്പോൾ ആ ഒരു ഡോഗിൻ്റെ കാണിച്ച ഷോട്ടൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. വ്ളോഗേഴ്സിനൊക്കെ ഒരുപാടധികം ഉപകാരപ്പെടുന്ന ഒരു ഫോണായിരിക്കും വിവോയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കിടിലൻ ഫോൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്കറിയാം. ഇത് അത്ര ഇനിഷ്യലായിട്ട് ഞാൻ പോയില്ല എന്ന് എനിക്കും അറിയാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺസ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനലിൽ അതിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ വരുന്നതാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തിരുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ അമർത്തി വയ്ക്കുക. സോ ഗോ ബിയോണ്ട് ടെക് അണ്ടിൽ ദെൻ ദിസ് ഈസ് ആത്യൻ സൈനിങ് ഓഫ്. ബൈ. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.